ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഗുഡ്. സാറേ, ഈ സർട്ടിഫിക്കറ്റും പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നാണോ? അവിടെയുള്ളവര് മുഴുവൻ കലിയിളകി നിൽക്കുക സാറേ. അമ്മാതിരി കള്ളത്തരമല്ലേ പൊളിഞ്ഞത്? ഞാനെന്താ സുഖമില്ലാതെ കിടക്കുന്നു? അതോ എന്റെ കമ്പനി പൊളിഞ്ഞു പോയോ? അതൊന്നും അല്ല. എന്നെ വിവാഹം കഴിച്ചോണ്ട് എന്തൊക്കെ നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ, അങ്ങനെ വിചാരിച്ച ഒരുപാടുണ്ട്. നമ്മുടെ അമേരിക്കൻ ഭൂഖണ്ഡത്തിന്റെ ഒരു ഭാഗം എനിക്ക് കിട്ടേണ്ടതായിരുന്നു. ദേവനാരായണൻ തിരുമേനിയുടെ മകൾ രാധികയെ വിവാഹം കഴിച്ചുകൊണ്ട് അത് തരില്ല എന്ന് അവര് പറഞ്ഞു. പിന്നെ സിംഗപ്പൂരിൽ ഒരു സ്റ്റേറ്റ്, അതും ഈ കാരണം അവര് തരില്ല എന്ന് പറഞ്ഞു. ആ, അങ്ങനെയൊക്കെ നോക്കിയാ. ഒന്ന് നിർത്തുന്നുണ്ടോ? കളിയാക്കാൻ വേണ്ടി പറഞ്ഞതല്ല. വരുണും കുടുംബം എത്ര വലിയ രീതിയിൽ ജീവിച്ച ആൾക്കാരാ. എന്റെ കുടുംബം ഉണ്ടാക്കി തന്ന മാനക്കേടല്ലേ ഇപ്പൊ കണിമംഗലത്തിന് മുകളിലുള്ളത്. ആളുകൾ മുഴുവൻ മോശപ്പെട്ട രീതിയിലല്ലേ കണിമംഗലത്തെ കുറിച്ച് പറയുന്നത്. ഓ, അതോ? എടോ, താൻ ആദ്യം ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താണെന്നറിയോ? നമ്മുടെ ജീവിതം കാണുമ്പോൾ മറ്റുള്ളവരെ നന്നായിട്ടായിരിക്കും ചിന്തിക്കുകയെന്ന് നമ്മൾ കരുതും. പക്ഷേ അവരുടെ വീട്ടിലെ ചർച്ച നേരെ മറിച്ചായിരിക്കും. അതുകൊണ്ടാണ് ബുദ്ധിയുള്ളവർ പറയുന്നത് ചുറ്റുമുള്ളവർ എന്തു പറയുന്നുവെന്ന് നോക്കേണ്ട കാര്യമില്ലാന്ന്. നമ്മൾ ശരിയാണെങ്കിൽ നമ്മളിതാ ഈ വണ്ടി പോകുന്നത് പോലെ മുന്നോട്ട് പോകണം. എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിയാണ് ഇത്ര ഈസി ആയിട്ട് ഇത് പറയുന്നതെന്നൊക്കെ എനിക്കറിയാം. ആണെന്ന് തന്നെ കൂട്ടിക്കോ. എന്തായാലും നമ്മുടെ ജീവിതത്തില് എന്റെ പ്രോബ്ലം തന്റെ പ്രോബ്ലം ഒന്ന് ഞാൻ വേർതിരിച്ച് കാണാൻ നിൽക്കാറില്ല. നമുക്ക് രണ്ടുപേർക്കും കൂടി ഒരൊറ്റ പ്രോബ്ലമേ ഉള്ളൂ. അത് നേരിടാൻ ഒരൊറ്റ തീരുമാനമേ ഉള്ളൂ. ഓക്കെ? പിന്നെ സുകുമാരി മുത്തശ്ശിയും പ്രിയങ്കയും ഇറങ്ങിപ്പോയെന്ന് കരുതി ഒരുപാടൊന്നും സന്തോഷിക്കാൻ നിൽക്കണ്ട. എന്തെങ്കിലും ഒരു സൂത്രപ്പണി ചെയ്ത് ആ തള്ള വീണ്ടും തിരിച്ചു വരും. അങ്ങനെ വരാൻ ധൈര്യം ഉണ്ടെങ്കിൽ വരട്ടെ. ഇത്രയും നാള് നിന്നപ്പോ പ്രിയങ്കയുടെ അവസ്ഥ വെച്ച് എനിക്കൊരു ചെറിയ വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതെനിക്കുണ്ടാവില്ല. വരുൺ പ്രിയങ്കയുടെ തല്ലേന്ന് ചോദിച്ച് സുകുമാരി മുത്തശ്ശി എന്റെ മുന്നിൽ വന്ന ഞാൻ ആട്ടു. എന്നിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കും വരുൺ എന്റേത് മാത്രാന്ന്. കൊള്ളാലോ, ആളപ്പോ പുലിയായല്ലോ. പിന്നെ ആവാതെ എത്ര നാളെന്ന് വെച്ചാൽ ഇതൊക്കെ സഹിക്കുന്നത്? കുറ്റിച്ചൂലെടുത്ത് അടിച്ചു പുറത്താക്കാൻ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ടല്ല. വരുണിന്റെ പേരിൽ അവര് കേസ് കൊടുത്താലോന്ന് പേടിച്ചിട്ടാ. ആ, അപ്പൊ എനിക്ക് വേണ്ടി ഒരു ഫൈറ്റ് നടത്താനൊക്കെ ഓക്കെ ആണോ? ഓക്കെ ആണ്. വേണമെങ്കിലേ ആരെങ്കിലും കൊണ്ടുവന്ന് എന്റെ മുന്നിൽ നിർത്തി കാണിക്കേ. എന്നിട്ട് വരുണിനെ എന്തേലൊന്ന് പറയാൻ പറഞ്ഞേ. അപ്പൊ കാണിച്ചു കൊടുക്കും ഞാൻ എനിക്ക് എന്താ ചെയ്യാൻ പറ്റാന്ന്. എന്റെ അമ്മോ, ഇത് ഗംഭീരമാണല്ലോ. എന്ത് ചെയ്താലും മതിയാവില്ല. അത്രയ്ക്ക് കടമുണ്ട് എനിക്ക് വരുണോട്. ആഹാ, എന്നെ ചുമന്നോട് ഇങ്ങനെ നടക്കുന്നില്ലേ ഒന്നിനും കൊള്ളാത്തൊരുത്തിയെ. അരികിലൂടെ വണ്ടി ഓടിച്ച് കൈ എത്തിച്ചാലേ നല്ല വടി കിട്ടും. അത് വെച്ച് രണ്ടെണ്ണം തരുവേ. എടി പെണ്ണെ, ഈ നമ്മൾ അല്പം കുറഞ്ഞവരാണ്. നമുക്ക് ചില കുറവുകളുണ്ടെന്ന കോംപ്ലക്സ് നമ്മുടെ കല്യാണം വരെയായിരുന്നു. അത് കഴിഞ്ഞ് അത് പാടില്ലാന്ന് ഞാൻ പറഞ്ഞിട്ടില്ലേ? ഇപ്പൊ രാധിക മിസ്സിസ് വരുണല്ലേ. വരുണിന് എന്തൊക്കെയുണ്ടോ അതിനൊക്കെ ഉടമയാണ് താനും. പിന്നെ എങ്ങനെ താൻ ചെറുതാവുന്നേ? എടോ, നമ്മൾ സമമാണ്. ജീവിതത്തിൽ എപ്പോഴും അതങ്ങനെ തന്നെ ആയിരിക്കും. മാരേജ് സർട്ടിഫിക്കറ്റ് കിട്ടാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഗുഡ്. സാറേ, ഈ സർട്ടിഫിക്കറ്റും പിടിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോകണമെന്നാണോ?
അവിടെയുള്ളവര് മുഴുവൻ കലിയിളകി നിൽക്കുക സാറേ. അമ്മാതിരി കള്ളത്തരമല്ലേ പൊളിഞ്ഞത്. ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് അവിടെ ചെന്ന് കയറാൻ പറ്റില്ല. അതിന് നിങ്ങളോട് ഇപ്പൊ അങ്ങോട്ട് പോവാൻ ആരാ പറഞ്ഞേ? സാർ എന്തായി ഉദ്ദേശിക്കുന്നത്? ഇവരുടെ കാര്യത്തിൽ ആറ്റുവാശ്ശേരിയിൽ നിന്നായാലും കണിമംഗലത്ത് നിന്നായാലും ഇവരോട് ഇനി ആരും അടുപ്പമൊന്നും കാട്ടില്ല. പ്രിയങ്കയുടെ ഈ കണ്ടീഷനിൽ ഒരു സിമ്പതിയും തോന്നില്ല. ദേവന് ഗൗതം, ആ ഫോൺ വാങ്ങി ഓഫ് ചെയ്യും. കണിമംഗലത്ത് നിന്ന് ഇറങ്ങിയ രണ്ടുപേരും സ്വാഭാവികമായും ആറ്റുവാശ്ശേരിയിലെത്തും എന്നവർ പ്രതീക്ഷിക്കുന്നു. എത്താതാവുമ്പോ ചെറിയൊരു ടെൻഷൻ ഉണ്ടാവും. നേരം കൂടുതൽ വൈകും തോറും ടെൻഷൻ കൂടിക്കൊണ്ടേയിരിക്കും. നിങ്ങൾ അന്വേഷിക്കണമെന്ന് തോന്നും. അതിനുവേണ്ടി നാട് മുഴുവൻ ഓടി നടക്കും. എനിക്ക് തോന്നുന്നില്ല സാറേ, അവൻ അങ്ങനെ ഒരു സ്നേഹമൊന്നുമില്ല. നിങ്ങളോട് സ്നേഹം തോന്നിയിട്ടൊന്നുമല്ല, നിങ്ങളെങ്ങാനും ചത്തുപോയാലോ എന്ന് കരുതി നോക്കുന്നതാ. അതേ അവസ്ഥ തന്നെയായിരിക്കും കണിമംഗലത്ത്. ഇപ്പോ നിങ്ങളെ ഇറക്കി വിട്ടതിന്റെ പേരിൽ അവർ സന്തോഷിക്കും. പക്ഷേ കുറച്ചു നേരം കഴിയുമ്പോ അവിടെയുള്ളവർ ആറ്റുവാശ്ശേരിയിലേക്ക് വരും. നിങ്ങൾ അവിടെ എത്തിയോ എന്ന് ചോദിക്കും. ഇല്ലെന്നറിയുമ്പോ കണിമംഗലത്തുകാരുടെ ടെൻഷൻ തുടങ്ങും. ഒരു ഭാഗത്ത് കണിമംഗലത്തുകാരുടെയും മറുഭാഗത്ത് ആറ്റുവാശ്ശേരിക്കാരുടെയും ടെൻഷൻ. അതാ ഇക്കാര്യത്തിൽ വേണ്ടത്. അല്ല, ഇത്രയും ടെൻഷൻ വെച്ചിട്ടേ സാർ എന്ത് ചെയ്യാൻ പോവാ? എനിക്കും വ്യക്തമായില്ല സാറേ. എടോ, ഒരു കാരണവശാലും ഇവർക്ക് നേരെ ചെന്ന് കണിമംഗലത്തോട്ട് കയറാൻ പറ്റില്ല. അപ്പോ അതിനൊരു നാടകം അത്യാവശ്യമാണ്. അതിനെക്കുറിച്ചല്ലേ നമ്മളിപ്പോ ചിന്തിക്കേണ്ടത്. നാടകോ? എന്ത് നാടകം? അത് ഞാൻ വിശദമായിട്ട് പറഞ്ഞുതരാം. തൽക്കാലം കണിമംഗലവും ആറ്റുവാശ്ശേരി ഒന്ന് ചൂട് പിടിക്കട്ടെ. അതുവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. എന്നിട്ട് ഞാൻ പറയുന്നത് പോലെ നിങ്ങളങ്ങ് അനുസരിച്ചാ മതി. നിങ്ങളെ കണിമംഗലത്തുള്ളവർ വന്ന് കൂട്ടിക്കൊണ്ടുപോകും. സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? എന്താ പറഞ്ഞേ? ഏയ് അല്ല സാറേ, ഒരിക്കലും നടക്കാത്ത കാര്യങ്ങളൊക്കെ സാറ് പറയുന്നത് കൊണ്ട്. നിങ്ങൾ വലിയ ബുദ്ധിമതിയാണെന്ന് നിങ്ങൾക്കൊരു തോന്നലുണ്ട്. നിങ്ങൾ ചില കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ ഈ പോലീസ് യൂണിഫോമിന് അകത്തുള്ള ഒരു ബുദ്ധിയുണ്ടല്ലോ, അത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ജീവിക്കുന്നവനെ കൊല്ലാനും കൊന്നവനെ ജീവിപ്പിക്കാനും ഒരു പോലീസുകാരന് പറ്റും. അതാ നിയമത്തിന്റെ പവർ. ഗൗതം, അടുത്ത സംഭവത്തിന് റെഡി ആയിക്കോ. ഓക്കെ സാർ.